തെന്മല ഇക്കോ ടൂറിസം മേഖലയിൽ സംഘടിപ്പിച്ച ക്രോസ് കൺട്രി മൗണ്ടൻ സൈക്ലിംഗ് കിഴക്കൻ മേഖലയ്ക്ക് ആവേശമായി. പ്രമുഖ അന്താരാഷ്ട്ര താരങ്ങൾ പങ്കെടുത്ത മത്സരം വെള്ളിയാഴ്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ദൃശ്യങ്ങൾ കാണുന്നതിനായി TV സ്ക്രീനിൽ കൊണ്ടെത്തിയാൽ കാണാം. എല്ലാ സ്ഥലങ്ങളിലും ക്യാമറകൾ വെച്ചിട്ടുണ്ട്. സ്റ്റേജിന്റെ മുകളിലുള്ള പന്തലിലെത്തിയാൽ കേരള സൈക്ലിംഗ് അസോസിയേഷൻ, കേരള ഒളിമ്പിക് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. MTB 2012 എന്ന പേരിലാണ് മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിനായി മൂന്നാർ, വയനാട്, താമരശ്ശേരി, തെന്മല എന്നിവിടങ്ങളിൽ നടത്തിയ പഠനത്തിനൊടുവിലാണ് തെന്മലയ്ക്ക് നറുക്ക് വീണത്. ഫോറസ്റ്റ് ഡിപ്പോയ്ക്ക് സമീപത്തെ വനത്തിലും റിയ എസ്റ്റേറ്റിലുള്ള പാതയിലുമായാണ് 20 കിലോമീറ്റർ ട്രാക്ക് ഒരുക്കിയിരുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള അന്തർദേശീയ സൈക്ലിംഗ് മത്സരം സംഘടിപ്പിക്കുന്നത്. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ യൂണിയൻ സൈക്ലിംഗ് ഇന്റർനാഷണലിന്റെയും സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെയും മേൽനോട്ടത്തിലാണ് MTB കേരള നടക്കുന്നത്. വെള്ളിയാഴ്ചത്തെ മത്സരത്തോടെ ജപ്പാൻ, കൊറിയ, ഇന്തോനേഷ്യ തുടങ്ങിയവയ്ക്ക് പിന്നാലെ 4 ക്രോസ് മത്സരം നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. അന്താരാഷ്ട്ര മത്സരം നടക്കുന്നതിന്റെ ആവേശവുമായി കഴിഞ്ഞ ദിവസങ്ങളിലും വെള്ളിയാഴ്ചയും നാട്ടുകാർ സജീവമായിരുന്നു. നേരത്തെ തന്നെ എത്തി പരിശീലനത്തിലേർപ്പെട്ട താരങ്ങൾക്ക് പിന്നാലെയായിരുന്നു മിക്കവരും. തായ്വാൻകാർക്കാണ് 1ഉം 2ഉം സ്ഥാനങ്ങൾ. കിരാതി സുപ്രി ഫാരത്ത് 5 ലക്ഷം രൂപയുടെ 1ാം സമ്മാനവും നവാദ് സുപ്പാച്ചി വാക്കുൻ 2 ലക്ഷം രൂപയുടെ 2ാം സമ്മാനവും നേടി. നേപ്പാൾ താരം അജയ് പണ്ഡിറ്റിനാണ് 1 ലക്ഷം രൂപയുടെ 3ാം സമ്മാനം. ന്യൂസ് ബ്യൂറോ, പുനലൂർ.